കാർഷിക മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കേന്ദ്ര പ്രതിനിധി പഠന സംഘം ഇന്ന് കുട്ടനാട്ടിലെത്തും. കുട്ടനാട്ടിലെ വിവിധ മേഖലകൾ സന്ദർശിക്കും. കാർഷിക മേഖലയിലെ വിവിധ സംഘടനാ പ്രതിനിധികളുമായും സംയുക്ത കർഷകവേദി ഭാരവാഹികളുമായും ചർച്ച നടത്തും. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുധീഷ്, ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ വളരെ പ്രസക്തമാണ് ഇന്ന് കേന്ദ്ര സർക്കാർ നിയോഗിച്ച പ്രതിനിധി സംഘം കുട്ടനാട്ടിൽ എത്തുക എന്ന് പറയുന്നത്. കാരണം കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതിസന്ധിയിലൂടെയാണ് അവർ പോകുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ നിരവധി സമരങ്ങൾ അവർ ചെയ്തു, പ്രതിഷേധങ്ങൾ നടത്തി. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണങ്ങൾ പോലും ആകാത്ത ഒരു സാഹചര്യമാണിത്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സംഘം ഇവിടേക്ക് എത്തുന്നത്. ദേവിക, വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കുട്ടനാട്ടിലെ നെൽകർഷകരടക്കമുള്ള കേരളത്തിലെ കർഷക സമൂഹം മൊത്തത്തിൽ തന്നെ ഈ ഒരു സന്ദർശനത്തെ, കേന്ദ്ര സംഘത്തിൻ്റെ വരവിനെ കാണുന്നത്. കാരണം വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഈ മേഖലയിലെല്ലാം തന്നെ നിലനിൽക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം കുട്ടനാട് പോലത്തെ ഒരു പ്രദേശം, അതായത് സമുദ്രനിരപ്പിലും താഴ്ന്ന ഈ പ്രദേശത്തെ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ, അത് സാധാരണക്കാരായി അവിടെ താമസിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം, കുടിവെള്ളത്തിൻ്റെ വലിയ പ്രശ്നം, പകർച്ചവ്യാധി ഭീഷണി, ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ അവിടുത്തെ പൊതുസമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുമ്പോൾ തന്നെയാണ് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാട്ടിൽ കാർഷിക മേഖല വലിയ പ്രതിസന്ധി നേരിടുന്നത്. അത്തരത്തിൽ ആ പ്രതിസന്ധിയോടെ പടവെട്ടി അവർ കൃഷി ചെയ്താലും അതിൻ്റെ വില കൃത്യസമയത്ത് കിട്ടുന്നില്ല. അത്തരം പ്രതിസന്ധികൾ വേറെ. അതിനോടൊപ്പമാണ് മടവീഴ്ചയടക്കമുള്ള ഓരോ വർഷവും കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ചുള്ള മറ്റ് തിരിച്ചടികൾ. ഇത്തരം കാര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ ഇതൊരു വിദഗ്ധ സംഘം പഠിച്ച് ഇതിന് പരിഹാരം കാണണമെന്ന ഒരു ആവശ്യം, അത് മുതിർന്ന BJP നേതാവായ കുമ്മനം രാജശേഖരൻ്റെ നേതൃത്വത്തിലുള്ള കർഷകരുമായി കൂടിയാലോചിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്, അത് കേന്ദ്ര കൃഷിമന്ത്രിക്കും ഫിഷറീസ് മന്ത്രിക്കും അടക്കം 5 മന്ത്രിമാർക്ക് കൈമാറിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കുട്ടനാട്ടിലെ അടക്കമുള്ള കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനും അതിന് ഒരു പ്രതിവിധി കണ്ടെത്താനും അതോടൊപ്പം തന്നെ ഈ പാടശേഖരങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്ന സമയങ്ങളിൽ മത്സ്യകൃഷി അടക്കം ചെയ്തുകൊണ്ട് ടൂറിസം മേഖലയുമായും ബന്ധപ്പെടുത്തി അവിടെ ഒരു വലിയ വരുമാന മാർഗം ഉണ്ടാക്കിക്കൊണ്ട് കുട്ടനാട് അടക്കമുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ആ ജീവിത നിലവാരം അത് ഉയർത്തുന്നതിനുതകുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുക എന്ന വലിയ ഒരു വെല്ലുവിളി, വലിയ ഒരു ഉദ്യമം, അതിനാണ് ഈ കേന്ദ്ര സംഘത്തെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. അത് കുമ്മനം രാജശേഖരൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതി, അതിൽ പാലക്കാട്ടു നിന്നുള്ള കൃഷ്ണകുമാറും അതോടൊപ്പം തന്നെ കർഷക മോർച്ച സംസ്ഥാന അധ്യക്ഷനും അടക്കം അടങ്ങിയ ആ സമിതി നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സംഘത്തെ നിയോഗിച്ചത്. ഇത് ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ഉദ്യോഗസ്ഥനായ മുഹമ്മദ് കോയയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വരുന്നത്. വിവിധ വകുപ്പുകളിലുള്ള അതിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാഗൽഭ്യം തെളിയിച്ച ശാസ്ത്രജ്ഞരടക്കമുള്ളവരാണ് ഈ സംഘത്തിലുള്ളത്. അവർ ഇന്ന് ആലപ്പുഴയിലെത്തിയ ചേർത്തല, കുട്ടനാട് മേഖലകളിലുള്ള കർഷകരുമായും അതോടൊപ്പം തന്നെ മത്സ്യ കർഷകരുമായും എല്ലാം കൂടിക്കാഴ്ച നടത്തുകയും അതിനുശേഷം ഈ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രതിസന്ധി, ഇവിടുത്തെ രീതികൾ എന്താണ്, അതുകൂടെ പഠിച്ചുകൊണ്ട് അതിന് അനുയോജ്യമായ ഒരു പദ്ധതി തയ്യാറാക്കുക എന്നത് തന്നെയാണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. അത് സംബന്ധിച്ച വിശദീകരണം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3:30 മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ വെച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവർ ഈ നടത്തിയ പഠനങ്ങൾ, ഇന്നലെ എറണാകുളത്ത് ചർച്ചകൾ നടത്തിയിരുന്നു, വിദഗ്ധരുമായി ചർച്ചകൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ആലപ്പുഴയിലേക്ക് എത്തുന്നത്. ഇവരുടെ ഈ സന്ദർശനത്തിന് ശേഷമുള്ള അവരുടെ വിലയിരുത്തലുകൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കും എന്നാണ് പറയുന്നത്. ഇതിന് പിന്നാലെ കേന്ദ്ര കൃഷിമന്ത്രി അടക്കമുള്ളവർ കുട്ടനാട്ടിലേക്ക് എത്തുമെന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ കുട്ടനാട്ടിലെ നെൽകർഷകരടക്കം, പാലക്കാട്ടെ നെൽകർഷകരടക്കമുള്ളവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങൾ, ഓണാട്ടുകരയിലെ നെൽകർഷകരുണ്ട്. ഇവരെല്ലാം തന്നെ ഈ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലിനെ വളരെ പ്രതീക്ഷയോടെ കാണുന്നു. അതിന് ഏറ്റവും പ്രധാന കാരണം സംസ്ഥാന സർക്കാർ ഈ മേഖലയോടുള്ള കടുത്ത അവഗണന തുടരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് വോട്ട് ബാങ്ക് ലക്ഷ്യം വയ്ക്കാതെ BJPയുടെ ഇടപെടൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക്, ജനകീയ വിഷയങ്ങളിലേക്ക് നീങ്ങുന്നു. അതിന് പരിഹാരം കാണാനുള്ള ശ്രമം നടക്കുന്നു എന്ന് തന്നെയാണ് ഈ വരവിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നതും. ദേവിക. ശരി സുധീഷ്.